കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അതിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടായി. ആ 6 പേരെ രക്ഷപ്പെടാൻ സഹായിച്ചയാൾ പിടിയിലായി. പനമണ്ണ സ്വദേശി അഭിജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. ഈ അഭിജിത്ത് നേരിട്ട് ഈ കൃത്യത്തിൽ ഇടപെട്ടയാളല്ല. പക്ഷേ ആ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെ ഒളിവിൽ പോകാൻ സഹായിച്ചു അഭിജിത്ത്. അതിനാണ് ഇപ്പോൾ അഭിജിത്തിനെ പോലീസ് പിടികൂടിയത്. രക്ഷപ്പെട്ടത് വ്യവസായി VP മുഹമ്മദ് അലിയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. പട്ടാമ്പി മുതൽ ഇദ്ദേഹത്തെ ഈ അക്രമി സംഘം ഒരു കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു വെൽഫെയർ കാറിലാണ് ഈ വ്യവസായി പോയിരുന്നത്. ഇവർ ഇന്നോവ കാറിലെത്തി. കാർ വട്ടം വെച്ച് കവർന്നെടുക്കുന്ന സാഹചര്യം. ഈ തട്ടിക്കൊണ്ടുപോകലിനിടെ ക്രൂരമർദ്ദനമാണ് അദ്ദേഹം നേരിട്ടത്. കൊട്ടേഷൻ സംഘമാണ് മർദ്ദിച്ചതെന്ന് മുഹമ്മദ് അലി ഇന്ന് ആശുപത്രിയിലൊക്കെ വെച്ച് പറയുന്നുണ്ട്. 70 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. തിരുമിറ്റക്കോട് കോഴിക്കാട്ടരി പാലം അവിടെ വെച്ച് ഈ വാഹനം കുറുകെ നിർത്തുന്നു. മുഹമ്മദ് അലിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് കാറിലേക്ക് കയറ്റുന്നത്. മലപ്പുറം ജില്ലയുടെ ഭാഗത്തേക്ക് ആദ്യം ഈ കാറ് പോയി. പിന്നീട് മറ്റൊരു വാഹനത്തിലേക്ക് മുഹമ്മദ് അലിയെ മാറ്റി. 7 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് മുഹമ്മദ് അലി ഓർത്തെടുക്കുന്നുണ്ട്. കാറിൽ വെച്ച് ക്രൂരമായി മുഹമ്മദ് അലിയെ മർദ്ദിച്ചു. അതിനുശേഷം കോതകുറിശ്ശിയിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഈ വ്യവസായിയെ കൊണ്ടുപോയി. അവിടെ വെച്ചും ക്രൂരമായ മർദ്ദനമാണ്. ചുണ്ടിൽ കത്തികൊണ്ട് വരഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അലിയുടെ മുഖം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ടൈമല്ല. സംസാരിക്കാൻ പ്രയാസമാണ് മുഹമ്മദ് അലിക്ക്. കാരണം ഇവിടെ ഒരു വരഞ്ഞ പാടാണ്. ഇനി വാഹനത്തിൽ വെച്ച് കാനഡയിലുള്ള ഒരു മകനുണ്ട് മുഹമ്മദ് അലിക്ക്. മുഹമ്മദ് അലിയുടെ മകന് 70 കോടി രൂപ വേണം എന്നാവശ്യപ്പെട്ട് ഇവർ ഒരു സന്ദേശം മുഹമ്മദ് അലിയെ കൊണ്ട് അയപ്പിച്ചു. പോലീസിനെ അറിയിക്കരുതെന്നും മകന് ഈ അയപ്പിച്ച സന്ദേശത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. കൊട്ടേഷൻ ടീം അങ്ങനെ ഈ ആളഞ്ഞു വീട്ടിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് കാര്യങ്ങൾ ട്വിസ്റ്റ് ആകുന്നത്. ഇവർ അടിച്ച് ഫിറ്റായി. കൊട്ടേഷൻ സംഘം അത്യാവശ്യം അബോധാവസ്ഥയിലായി. ഈ സമയത്ത് പുലർച്ചയോടുകൂടി ഇവർ ബോധരഹിതരായി എന്ന് ഉറപ്പാക്കിയ മുഹമ്മദ് അലി തടവിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം അടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് എത്തിയത്. ആ പള്ളിയിൽ വെച്ചായിരുന്നു ആദ്യം ഇയാൾക്ക് പോലീസിൽ സമീപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇവര് ഫുള്ള് മദ്യപിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ഇറങ്ങി പോകുന്നതാണ്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ജേഷനെ അവിടെ നിന്ന് ഇറങ്ങി പോരാണ് ഉണ്ടായത്. പിന്നെ പള്ളിയിൽ വന്ന് പിന്നെ ആളുകളാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. മേലെ പിന്നെ അതിൻ്റെ ഇവിടെയൊക്കെ മുറികളുണ്ട്, മേലിൽ കൂടെയൊക്കെ മുറികളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചതുപോലെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ജേഷൻ പറഞ്ഞത്. കൈകൊണ്ടാണ് പരിക്കെടുത്തത് എന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി പറയുന്നത്, അതായത് പിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു സംഗതി ഇല്ല. പിന്നെ ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിന്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതൊരു ഇവിടുത്തെ ആരാണ് എന്നുള്ള കാസർഗോഡ് എല്ലാ ആളുകളാണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. പക്ഷേ ചില സൂചനകളുണ്ട്. മുഹമ്മദ് അലി പ്രധാന ഷെയർ ഹോൾഡർ ആയിട്ടുള്ള നീലഗിരിയിലെ ഒരു കോളേജ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടാവാം ഈ ഒരു ആക്രമണം എന്നാണ് കരുതുന്നത്. കാരണം ആ കൊട്ടേഷനിടെ, ആ ക്രൂരമർദ്ദനത്തിടെ ആ കാര്യങ്ങൾ ഇവർ സംസാരിച്ചിരുന്നുവെന്നാണ് ഈ മുഹമ്മദ് അലിയുടെ സഹോദരൻ പറയുന്നത്. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളൊരു ഇവര് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ അവര് ചോദിച്ചു എന്തൊരു 17 CR കാര്യം എന്തോ അവര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മർദ്ദിച്ച ആളുകൾ. അങ്ങനെ ആ മർദ്ദിച്ച ആളുകളിലേക്ക് ഈ 6 അംഗ സംഘത്തിലേക്ക് ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മുഹമ്മദിന്റെ കുടുംബം പറയുന്നത് ചിലരൊക്കെ സംശയമുണ്ട് എന്ന് തന്നെയാണ്. പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. ഉടൻ തന്നെ അവർ എല്ലാവരിലേക്കും പ്രതികളിലേക്ക് എത്താൻ കഴിയട്ടെ. ഒരു പേര്